ഞാൻ ഡോക്ടർ അമ്മാർ അബ്ദുള്ള, ഡോക്ടർ അമ്മാർ സ്പെഷ്യാലിറ്റി ഹോമിയോപ്പതി, പയ്യാനക്കൽ, കോഴിക്കോട്. നമ്മളിന്ന് സംസാരിക്കുന്നത് ടെന്നീസ് എൽബോനെ കുറിച്ചാണ്. കൈമുട്ട് വേദന അല്ലെങ്കിൽ ലാറ്ററൽ എപ്പിക്കോണ്ടൈലൈറ്റിസ്. അപ്പം മുട്ടുവേദന ഉള്ള ആൾക്കാർ, കൈമുട്ട് വേദന ഉള്ള ആളുകൾ, ടെന്നീസ് എൽബോ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വേദന വരാതിരിക്കാൻ, വേദന വന്നാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വ്യായാമം ചെയ്താൽ ഈ വേദന കുറക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് കൈമുട്ട് വേദന അല്ലെങ്കിൽ ടെന്നീസ് എൽബോ. നമ്മൾ സ്ഥിരമായിട്ടൊരു ജോലി ചെയ്യുമ്പോൾ, കൈകൊണ്ടൊരു ജോലി ചെയ്യുമ്പോൾ, അത് വാഷിംഗ് ആവട്ടെ, അല്ലെങ്കിൽ വാഷ് ചെയ്തിട്ട് മുണ്ട് പിഴിയുന്നതാവട്ടെ, അടുക്കളയിലുള്ള കുക്കിംഗ് ആവട്ടെ, കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ആവട്ടെ, പെയിൻറ്റിങ് ആവട്ടെ, അല്ലെങ്കിൽ ചുറ്റിക ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ടുള്ള, അങ്ങനെ സ്ഥിരമായിട്ട് കൈകൊണ്ട് ജോലി ചെയ്യുമ്പോൾ കൈമുട്ടിൻ്റെ ഈ ഭാഗത്തായിട്ട് വേദന അനുഭവപ്പെടുന്നവർ ഒരുപാടുണ്ടാവും. ഇതാണ് ടെന്നീസ് എൽബോ അല്ലെങ്കിൽ ലാറ്ററൽ എപ്പിക്കോണ്ടൈലൈറ്റിസ്, കൈമുട്ട് വേദന. അപ്പം ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് ഇത് സ്പോർട്സുമായി ബന്ധപ്പെട്ട് പണ്ട് സച്ചിൻ ടെണ്ടുൽക്കർക്കൊക്കെ ഉണ്ടായ ഒരു വേദനയാണ്. ക്രിക്കറ്റ് കളിക്കുന്നവർക്ക്, ടെന്നീസ് കളിക്കുന്നവർക്ക്, അങ്ങനെയല്ല, എല്ലാവർക്കും കൈകൊണ്ട് സ്ഥിരമായിട്ട് ചെറുതും വലുതുമായി ജോലി ചെയ്യുന്നവർക്ക് വരുന്ന വേദനയാണ് ടെന്നീസ് എൽബോ. അപ്പോൾ എന്താണ് ടെന്നീസ് എൽബോ എന്ന് പറയുമ്പോൾ, നമ്മൾ സ്ഥിരമായിട്ട് കൈകൊണ്ട് ജോലി ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് വേദന അനുഭവപ്പെടും. കൈമുട്ടിൻ്റെ ഈ പുറം ഭാഗത്തായിട്ട് നമുക്ക് വേദന അനുഭവപ്പെടും. അതിന് കാരണം ഈ ഒരു ഭാഗത്തുള്ള മസിൽ വീക്കായിട്ട് ആ മസിൽ അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത്, ആ മസിൽ എല്ലിലേക്ക് വന്ന് ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗത്ത് നീരിറക്കം വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ വേദന അനുഭവപ്പെടുന്നത്. അപ്പോൾ വേദനയിൽ രണ്ട് കാര്യമാണ് സംഭവിക്കുന്നത്. ഒന്ന് മസിൽ വീക്ക്നെസ്സും സംഭവിക്കും, രണ്ടാമത്തത് അത് ജോയിൻ ചെയ്യുന്ന, അത് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് നീരിറക്കവും സംഭവിക്കും. അങ്ങനെയാണ് ഈ വേദന നമുക്ക് ഉണ്ടാകുന്നത്. ഇതിനെയാണ് ടെന്നീസ് എൽബോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടെന്നീസ് എൽബോ കൂടുതലായിട്ട് വരുന്നത് സ്ഥിരമായിട്ട് കൈകൊണ്ട് ചെറുതോ വലുതോ ആയിട്ടുള്ള ജോലി ചെയ്യുന്നവരാണ്. ഒന്ന് സ്പോർട്സ് ഇഞ്ചുറിയുടെ ഭാഗമായിട്ട് വരാം, അല്ലെങ്കിൽ വാഷ് ചെയ്യുന്നവർ, സ്ക്രൂ ഡ്രൈവർ, ചുറ്റിക ഉപയോഗിക്കുന്നവർ, സ്ഥിരമായിട്ട് കൈകൊണ്ട് ചുമര് വൃത്തിയാക്കുന്നവർ, കുക്ക് ചെയ്യുന്നവർ, കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ കൈകൊണ്ട് സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന, വെയിറ്റ് എടുക്കുന്ന ആൾക്കാർ, വെള്ളം സ്ഥിരമായിട്ട് പൊക്കുന്ന ആൾക്കാർ, അങ്ങനെ സ്ഥിരമായിട്ട് കൈകൊണ്ട് ജോലി ചെയ്യുമ്പോൾ മസിൽസിനുണ്ടാകുന്ന ബലക്ഷയവും അതും മൂലം ഉണ്ടാകുന്ന മസിൽസിൻ്റെ അറ്റാച്ച്മെൻറ്റിൽ ഈ ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ എന്ന ഭാഗത്ത് ഉണ്ടാകുന്ന വേദനയാണ് ടെന്നീസ് എൽബോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ടെന്നീസ് എൽബോ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കൽ, ആദ്യം തന്നെ നമ്മൾ കൈ ഒന്ന് ബെൻഡ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത്, അതായത് ഈ മസിൽസ് അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് പ്രസ് ചെയ്തിട്ട് നമ്മൾ പതുക്കെ പതുക്കെ അത് പ്രസ് ചെയ്ത് താഴത്തേക്ക് പ്രസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ മസിൽസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് നമുക്കൊരു വേദന അനുഭവപ്പെടും, ഒരു പെയിൻ പോയിന്റ് അനുഭവപ്പെടും. അതാണ് ടെന്നീസ് എൽബോൻ്റെ ടിപ്പിക്കൽ പെയിൻ. അതല്ലെങ്കിൽ നമ്മൾ ഈ തള്ളവിരൽ ഉള്ളോട്ടേക്കാക്കിയിട്ട് കൈ ഫിസ്റ്റ് ചെയ്ത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ബെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഒരു പ്രഷർ കൊടുക്കുക, എന്നിട്ട് ഇത് നിവർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ വേദന അനുഭവപ്പെടും. അങ്ങനെ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ടെന്നീസ് എൽബോ ആണ്. അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം കുറച്ച് നേരം പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ഇവിടെ വേദന അനുഭവപ്പെടും, അത് ടെന്നീസ് എൽബോ ആണ്. അപ്പോൾ ടെന്നീസ് എൽബോ നമ്മൾ ചികിത്സിക്കാതെ വച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ മസിൽസിൻ്റെ ബലക്ഷയം കൂടുകയും പിന്നീട് നമുക്ക് കയ്യിൽ ഒന്നും പിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, നമ്മുടെ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ ടെന്നീസ് എൽബോ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്ത് വ്യായാമം ചെയ്യണം എന്നാണ് ഇനി പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു, ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് ഒന്ന് മസിൽസിൻ്റെ വീക്ക്നെസ് ആണ്, രണ്ടാമത്തത് ഈ മസിൽസ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തുണ്ടാകുന്ന നീരിറക്കാണ്, അത് കാരണം ഉണ്ടാകുന്ന വേദനയാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ടെന്നീസ് എൽബോ കാരണം ഉണ്ടാകുന്ന വേദന നമ്മൾ കുറക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് ചൂടുവെള്ളത്തിൽ മുണ്ട് പിഴിഞ്ഞിട്ട് അല്ലെങ്കിൽ തുണി പിഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് കുറച്ച് നേരം വെച്ച് കൊടുത്താൽ, അതായത് ഇപ്പോൾ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അതിലൊരു തുണി പിഴിഞ്ഞ് ഈ ഭാഗത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേദനയ്ക്ക് ശമനം ഉണ്ടാവും. അതുപോലെ തന്നെ ഏതെങ്കിലും വേദനയ്ക്ക് പുരട്ടുന്ന ഓയിൽ ഈ ഭാഗത്ത് പുരട്ടിക്കൊടുത്ത്, രാത്രി പുരട്ടിക്കൊടുത്തിട്ട് ഒരു ഭാഗത്തേക്ക് നന്നായിട്ട് മസാജ് ചെയ്യുക. ഞാൻ പറയൽ റെസ്റ്റോക്സ് ഓയിൽ പുരട്ടിയിട്ട് ഈ ഭാഗത്തേക്ക് നന്നായിട്ട് മസാജ് ചെയ്താലും ഈ ടെന്നീസ് എൽബോൻ്റെ വേദന നന്നായിട്ട് കുറയും. അങ്ങനെ വേദന കുറക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കൈക്ക് നല്ല ബലക്ഷയം ഉണ്ടാകുന്ന ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ തീവ്രത ഒന്ന് കുറക്കണം. പക്ഷേ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് കുറക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ടെന്നീസ് എൽബോ ബ്രേസ്, അതായത് ടെന്നീസ് എൽബോ സപ്പോർട്ട് നമ്മൾ ധരിക്കണം. ഈ ചിത്രത്തിൽ കാണുന്ന ടെന്നീസ് എൽബോ ബ്രേസ് നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ധരിക്കുക. മുഴുവൻ സമയം അത് ധരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത്
ആ ടെന്നീസ് എൽബോ ബ്രേസ് ധരിച്ചു കഴിഞ്ഞാൽ ഈ ജോലിയുടെ മുഴുവൻ പ്രഷറും ഈ ഒരു ജോയിന്റിലേക്ക് വരില്ല. ടെന്നീസ് എൽബോ ബ്രേസ് ധരിക്കേണ്ടത് നേരെ ഈ വേദന ഉണ്ടാകുന്ന ഭാഗത്തല്ല, മറിച്ച് ഒരു 1-2 സെൻറ്റിമീറ്റർ താത്തിയിട്ട് ഈ മസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്താണ് ടെന്നീസ് എൽബോ ബ്രേസ് ധരിക്കേണ്ടത്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് ടെന്നീസ് എൽബോ ബ്രേസ് ധരിക്കേണ്ടത്. അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദന കുറഞ്ഞു കിട്ടും. ഒന്ന് ചൂട് അപ്ലൈ ചെയ്യുക, രണ്ടാമത്തത് ഓയിൽ ഉപയോഗിച്ച് മസാജ് ചെയ്യുക, ടെന്നീസ് എൽബോ ബ്രേസ് ധരിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു മസിൽസിനുണ്ടാകുന്ന വീക്ക്നെസ് ആണ് ടെന്നീസ് എൽബോൻ്റെ ഒരു പ്രധാന കാരണം. അപ്പോൾ മസിൽസിന് ചെയ്യേണ്ടത് ഒന്ന് സ്ട്രെച്ചിങ് എക്സസൈസും രണ്ടാമത്തത് സ്ട്രെങ്തനിങ് എക്സസൈസാണ്. അത് രണ്ടുമാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ടെന്നീസ് എൽബോ വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ആദ്യത്തത് സ്ട്രെച്ചിങ് എക്സസൈസാണ്. അതായത് നമ്മുടെ മസിൽസിൻ്റെ അറ്റാച്ച്മെൻറ്റും മസിൽസും നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം. അപ്പം ഓരോ എക്സസൈസും ചെയ്യേണ്ടത് 10-15 റിപ്പീറ്റ് 3 സെറ്റായിട്ട് ചെയ്യണം. വളരെ ലഘുവായിട്ടുള്ള എക്സസൈസാണ്. അതിനാദ്യം ചെയ്യേണ്ടത് കൈ ഇങ്ങനെ മടക്കി വെച്ച് ഒന്നുകിൽ ഇവിടെ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാതെയും ചെയ്യാം. എന്നിട്ട് ഈ ഒരു പൊസിഷനിൽ നന്നായിട്ട് ഫ്ലെക്സ് ചെയ്യുക. എന്നിട്ടൊരു 5-6 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ നേരെ ഓപ്പോസിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക. ഒരു 5-6 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, വീണ്ടും ഫ്ലെക്സ് ചെയ്യുക, വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുക. ഓരോതിലും ഒരു 5-6 സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്യുക. രണ്ടാമത്തത് കൈ മുഴുവൻ നിവർത്തിയിട്ട് ഇതേപോലെ തന്നെ ചെയ്യാം. ഈ ഭാഗം നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. ഈ ഭാഗത്തേക്ക് കൺട്രാക്ഷനും റിലാക്സേഷനും വരുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നേരെ വെച്ചിട്ട് ഇങ്ങനെയും കൂടി ചെയ്തു കൊടുക്കുക. ഓരോന്നും 10 തവണ ചെയ്യുക, കുറച്ചൊന്ന് കൂൾ ഡൗൺ, പിന്നെ വീണ്ടും ചെയ്യുക. അങ്ങനെ ഓരോ സ്ട്രെച്ചിങ് എക്സസൈസും 3 തവണ 3ൻ്റെ സെറ്റായിട്ട് ചെയ്യുക. ഇതാണ് സ്ട്രെച്ചിങ് എക്സസൈസിലുള്ളത്. അടുത്തത് സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ്. ഈ എക്സ്റ്റൻസർ കാർപ്പെ റേഡിയാലിസ് ബ്രേവിസ് എന്ന മസിൽ വീക്കാവുന്നത് കൊണ്ടും അതുമൂലം ഇവിടെ ഉണ്ടാകുന്ന നീരക്കം കാരണമാണല്ലോ ടെന്നീസ് എൽബോ ഉണ്ടാകുന്നത്. അപ്പം ആ മസിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1-2 കിലോ ഭാരമുള്ള ഒരു ഡംബലോ അല്ലെങ്കിൽ ഇതുപോലെ ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വെയിറ്റോ എടുത്തിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെച്ച് ഓരോ പൊസിഷനിലും 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, പിന്നെ വീണ്ടും കൺട്രാക്ട് ചെയ്യുക, 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, കൺട്രാക്ട് ചെയ്യുക. ഈ ഒരു മൂവ്മെൻറ്റ് 10 സെറ്റ് ചെയ്യുക. ഈ 10 സെറ്റ് ചെയ്തിട്ട് പിന്നെ ഒന്ന് കൂൾ ഡൗൺ ചെയ്തിട്ട് വീണ്ടും അടുത്ത 10 സെറ്റ്, അങ്ങനെ 3 തവണ ചെയ്യാം. അപ്പോൾ പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ ഈ വെയിറ്റ് കൂട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ മസിൽ സ്ട്രോങ് ആവും, ആ മസിൽ കുറച്ചുകൂടി ഒന്ന് ബൾക്കി ആവും, വേദന പിന്നീട് വരില്ല. അടുത്തത് പിന്നെ ഇതേ വെയിറ്റ്, അത് ഒരു ചുറ്റികയാവാം അല്ലെങ്കിൽ ഒരു ഡംബലാവാം, ഇതേ വെയിറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് റൊട്ടേഷൻ മൂവ്മെൻറ്റ്. ഈ റൊട്ടേഷൻ മൂവ്മെൻറ്റും ചെയ്തിട്ട് 10 എണ്ണത്തിൻ്റെ ഒരു 3 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ നമ്മുടെ ഈ ഒരു മസിൽ സ്ട്രെങ്തൻ ചെയ്യും. അത് പിന്നീട് പതുക്കെ പതുക്കെ നമുക്ക് ഈ വെയിറ്റ് കൂട്ടി കൊണ്ടുവന്നാൽ മതി. പതുക്കെ പതുക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നല്ല വേദന ഉള്ള സമയത്ത് അമിതമായ ഭാരപ്പെട്ട ജോലി ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ ഭാരം എടുക്കാതിരിക്കുക എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മളൊരു റബ്ബർ ബാൻഡ് ഇവിടെ കൊളത്തിയിട്ട് നമുക്കിങ്ങനെ ഓപ്പൺ ക്ലോസ് എന്നുള്ള ഒരു എക്സസൈസ് കൂടി ചെയ്ത് കഴിഞ്ഞാലും മസിൽ സ്ട്രെങ്തൻ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റുന്ന ബോൾ പ്രസ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, പ്രസ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, പ്രസ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാലും ഈ മസിൽ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യും. ഈ ഒരു വ്യായാമം ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേദന കുറക്കാൻ വേണ്ടിയുള്ള പ്രയോഗങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ടെന്നീസ് എൽബോ നമുക്ക് ഒരളവ് വരെ മരുന്നില്ലാതെ തന്നെ മാറ്റാൻ പറ്റും. അപ്പോൾ ടെന്നീസ് എൽബോൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ തന്നെ നമ്മൾ അതിനെ അവഗണിക്കാതെ ഈ പറഞ്ഞ വ്യായാമങ്ങൾ ചെയ്യുക.
സ്ട്രെങ്തൻ ചെയ്യുക, അതുപോലെ തന്നെ വേദന കുറക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനെ അവഗണിച്ചാൽ പിന്നെ നമ്മുടെ മസിൽസ് കൂടുതൽ വീക്കായിട്ട് നമുക്കൊരു ഗ്ലാസ് വെള്ളം പോലും പിടിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും വേദന കാരണം. അതുപോലെ ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് ഇൻറ്റേർണലായിട്ട് കഴിക്കാനുള്ളതും അതുപോലെ തന്നെ പുറത്ത് പറ്റാനുള്ള മെഡിസിൻസും ടെന്നീസ് എൽബോ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് നല്ല വേദന ഉണ്ടെങ്കിൽ ടെന്നീസ് എൽബോ ആണ് എന്ന് സംശയം ഉണ്ടെങ്കിൽ തൊട്ടടുത്തുള്ളൊരു ഹോമിയോ ഡോക്ടറെ കാണിക്കുക. ഈ ഒരു അറിവ് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.